പറയാറുണ്ട്, ചില പെങ്ങന്മാര് മൂത്ത കാർണോരെ വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും. എന്താ? കാർണോര് ഗൾഫിൽ ബിസിനസ്സാണ്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കാർണോരെ മക്കളും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ളവരാ. നമ്മക്കാണെ 2 പെൺകുട്ടികളെ കെട്ടിക്കാനും കൂടി ഉണ്ട്. ചില പെങ്ങന്മാർക്ക് ഇഷ്ടം പൈസ ഉള്ള കാക്കാമാരോടായിരിക്കും. ഇളയോനാവട്ടെ തരക്ക് വലിയ പൈസയൊന്നുമില്ല, ഓൻ കല്യാണം കഴിച്ച ഒരു സാധാ കുടുംബത്തിലെ പെൺകുട്ടീനെയാണെങ്കിൽ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ആളും പൈസയും തരവും നോക്കിയിട്ട് ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റരുത്. എല്ലാവരും നമുക്ക് ഒരുപോലെയാ. കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുമ 2 പേരെയും ഒരുപോലെ സ്നേഹിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മളെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. എന്നും മനോഹരമായിട്ട് ആ ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി കൊണ്ടടക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. സഹോദരങ്ങളെ, എത്രയെത്ര കുടുംബങ്ങൾ അങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപെങ്കിലും അത് നന്നാക്കിയ എത്ര റാഹത്താണെന്നറിയോ നിങ്ങൾക്ക്? വേറൊരു പേടി നിങ്ങൾ പേടിക്കണ്ട. നാളെ പടച്ചോന്റെ മഹ്ശറയിൽ അള്ളാന്റെ മുൻപിൽ നിന്ന് ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരു ചോദ്യ, നമ്മളെ എതിർഭാഗത്തൊരു ശത്രുവിനെ ദുനിയാവിൽ നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടായോനെ നിർത്തിയിട്ട് പടച്ചോൻ വിചാരണക്ക് എടുക്കാന്നുള്ളത്. ഞാൻ ചെയ്ത തെറ്റിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞാൽ മതി. കുടിച്ചുപോയത്, വലിച്ചുപോയത്, വ്യഭിചരിച്ചു പോയത്, പക്ഷെ ഞാൻ കാരണം മനസ്സ് വേദനിക്കുകയും അകലെ ഞാൻ കാരണം ജീവിതം വെറുത്തുകയും ചെയ്തൊരു വ്യക്തി ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനെ മുന്നിൽ നിർത്തിയിട്ട് പടച്ചോൻ പറയും, ഓന്റെ പൊരുത്തം കിട്ടിയിട്ട് എന്റെ നിസ്കാരവും നോമ്പ് ഞാൻ ഏറ്റെടുക്കൂ. കൈമലർത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, ഉമറേ, അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഞാൻ പൊരുത്തം വാങ്ങുക? ആൾക്കാർക്ക് അതാ ഒരു ചോദ്യം. പൊരുത്തം മരിച്ച് വാപ്പാന്റെ മയ്യത്ത് കൊണ്ട കടത്തുവാ ചിലർ പൊരുത്തം വാങ്ങുക. ഞാൻ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ചരിത്രം എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്തുകയും ചെയ്യും. മരിച്ച് മയ്യത്ത് മള്ളിക്കൊണ്ടെക്കുമ്പോൾ വാപ്പാന്റെ തലക്കും ഭാഗത്ത് ഉമ്മാന്റെ മധ്യഭാഗത്ത് നിൽക്കുമ്പോ ചില മക്കൾക്ക് പള്ളിയിൽ ഉസ്താദുമാർ ഇങ്ങനത്തെ ഒരു മൈക്ക് കൈമലെടുത്തു കൊടുക്കും. ആ മൈക്കും കൊണ്ട് കിട്ടുമ്പോ കാണാൻ ചില മക്കൾ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ടൊരു ചോദ്യം, മരിച്ചെന്റെ ഉമ്മാന്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാടടക്കിയൊരു വെടിയാ. നാ പിന്നെ കിട്ടിയെന്നാ വിചാരം പൊരുത്തം. അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കൽ പോലും ഇസ്ലാമിൽ ഇല്ലട്ടോ. ഞാൻ കണ്ടിട്ടില്ല. എന്റെ അർത്ഥം